അങ്ങനെ അതെല്ലാം സത്യമായിരിക്കുമോ എന്നന്വേഷിക്കാനായി ജിയോട് ചോദിക്കുമ്പോൾ ജിയോങ് അതേന്ന് പറഞ്ഞതും അവൾക്ക് ഒരെണ്ണം പൊട്ടിച്ച് ഷൻ എൻ്റേതാണ്, നീ അവനെ തട്ടിയെടുത്തല്ലേ, നാണമില്ലേ, ഷെന്നും നീയുമായിട്ടുള്ള ബന്ധം വേർപിരിയാൻ എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ലീഗലായി ഞങ്ങൾ മാരീഡാണ്, അതുകൊണ്ട് ഡിവോഴ്സ് മാത്രമേ നോക്കിയാൽ മതിയെന്ന് ജിയോങ് പറയുമ്പോൾ അവളുടെ കൈപിടിച്ച് വഴക്കുണ്ടാക്കുന്നു. അന്നേരം ഷെന്ന് ജിയോങ്ങിനെ കാണാനായി ഓഫീസിൽ വന്നതും അവനെ കണ്ട ഉടനെ ജിയോങ് തള്ളിയിട്ടതുപോലെ അഭിനയിച്ച് അവളുടെ കൈ തന്നെ ഒടിക്കുകയാണ്. ഷെന്നിത് കണ്ട ഉടനെ ഇവളാണ് തന്നെ തള്ളിയിട്ടെന്ന് പറയുകയും അവളും ഞാനല്ല എന്ന് പറഞ്ഞെങ്കിലും ഷെന്ന് അവളോടൊന്നും മിണ്ടാതെ ഹിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് അവൾ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ കൈയൊടിഞ്ഞെന്നും ഇനി എങ്ങനെ പഴയ നിലയിൽ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കറക്റ്റ് ടൈമിൽ ജിയോങ് വരികയും ജിയോങ് കാണുന്ന കാഴ്ച കണ്ട് ഹിയെ തള്ളി മാറ്റുന്നു. നീ കാരണമാണ് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത്, നീ ഇപ്പോഴും അവളുടെ സൈഡാണോ എന്ന് ഹി ചോദിക്കുമ്പോൾ സത്യം അറിയാത്ത ഷെന്ന് അവളോട് ക്ഷമ പറയാനായി പറഞ്ഞു. ഞാൻ എന്തിനു ക്ഷമ പറയണം, വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, ഞാൻ അവളെ തള്ളിയിട്ടിട്ടില്ല, അതുകൊണ്ട് ക്ഷമ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. പുറകെ ഷെന്ന് പോകുമെങ്കിലും അവനെ തടഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുകയാണ്. സത്യത്തിൽ അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കാനാണ് ഹിയുടെ പ്ലാനിങ്. ഇവൾ ഹോസ്പിറ്റലിൽ കണ്ട കാര്യമെല്ലാം ഓർത്ത് ഷെന്നിന് ഇപ്പോഴും ഹിയെ ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത് ചിന്തിച്ച് അവൾ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും ഷെന്ന് വരുമ്പോഴും ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഇത്രം ഇരുട്ടിയത് കാരണം എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പിരിയാം, ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്, അതുകൊണ്ട് പിരിയാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. അന്നേരം ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് വരികയും അവളുടെ റൂമിലെ CCTV ഫുട്ടേജ് കളക്ട് ചെയ്യാനായി പറയുകയാണ്. പറയുന്നത് സത്യമാണോ എന്നറിയാൻ കൂടി. അടുത്ത ദിവസം ഷെന്നിന് ഫുട്ടേജ് എല്ലാം കിട്ടുകയും അതിൽ ഷെന്ന് വരുന്നത് കണ്ട് തന്നെയാണ് നിലത്ത് വീണതെന്ന് കാണുകയും ജിയോങ്ങിനോട് ക്ഷമ പറയാനായി പോകുമ്പോൾ അസിസ്റ്റന്റ് ഷെന്നിനോട് ജിയോങ് തന്നതാണെന്ന് പറഞ്ഞ് $2 ലക്ഷം തിരിച്ചു നൽകുകയും കൂടാതെ ഡിവോഴ്സ് പേപ്പറും കൊടുക്കുന്നു. അതിൽ അവൾ സൈനും ചെയ്തിട്ടുണ്ട്. പോരാത്തേന് അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ പോയിരിക്കുകയായിരിക്കും. വേഗം തന്നെ ഷെന്ന് എയർപോർട്ടിലെത്തി ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ലെന്നും നീ ഇപ്പോഴും എൻ്റെ കമ്പനിയിലെ എംപ്ലോയി തന്നെയാണ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം കമ്പനിയിലേക്ക് വരാൻ പറഞ്ഞ് അവളുടെ ബാഗ് വാങ്ങിച്ച് ഷെന്ന് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്റ്റാഫുകൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകുമ്പോൾ ജിയോങ്ങിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് റൂം ഒരുക്കി കൊടുക്കുകയാണ്. അകത്ത് കയറുമ്പോഴാണ് അവിടെ ഷെന്നും കൂടി സ്റ്റേ ചെയ്യുന്നത് കാര്യം അറിയുന്നത്. അവൾക്കും ആ പ്ലേസ് ഇഷ്ടമായത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് ഷെന്ന് പറയുമെങ്കിലും അവൾക്ക് അവനോടൊപ്പം കഴിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ ചെറിയ ഗെയിം കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഗെയിം കളിക്കുന്നിടയിൽ ഷെന്നും ജിയോങ് വരികയാണ്. അവരെ ഒന്നിപ്പിക്കാനായി ഷെന്നും ജിയോങ്ങും വേറെ ഒരു ടീമിൻ്റെ ലീഡറായി ഒരു പാത്രത്തിലെ നൂഡിൽസ് രണ്ടുപേരും കൊണ്ട് കഴിക്കുന്നു. ആ സമയത്ത് അവൻ അവളെ കിസ് ചെയ്യുകയും സ്റ്റാഫുകൾ അവരുടെ ഫോട്ടോ എടുത്ത് നേരെ അയക്കുകയാണ്. ഇത് കാണുന്ന ഹീക്ക് മണ്ടത്തരമായി കാണിച്ചെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ 20 വർഷം അവളുടെ ഡ്രൈവറായ ഒരാൾ റൂമിൽ കയറി കുറച്ച് ക്യാഷ് ചോദിക്കുകയാണ്. ആദ്യം അവൾ അവിടെ നിന്ന് ഓടിക്കുമ്പോൾ അവൾക്കൊരു ഐഡിയ വരുന്നു. ക്യാഷൊക്കെ തരാം, അതിന് പകരം തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ജിയോങ്ങിനെ കൊല്ലാനായി ഏൽപ്പിക്കുകയാണ്. അന്ന് രാത്രി അവൾ റൂമിലേക്ക് പോകുമ്പോൾ അയാൾ അവളെ കടത്തിക്കൊണ്ടു പോയിട്ട് നീ മിസ്റ്റർ ഷെന്നിൻ്റെ ഭാര്യയാണെന്ന് ചോദിക്കുന്നു. ഇയാൾ ഷെന്നിൻ്റെ വല്ല എനിമിയായിരിക്കുമോ എന്ന് കരുതി അല്ല എന്ന് പറഞ്ഞതും അവളുടെ ഫോൺ കാണിച്ച് പിന്നെന്തിനാണ് ഭാര്യ എന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവ് മെസ്സേജ് അയച്ചിരിക്കുന്നെന്ന് പറയുന്നു. ഇവിടെ ഷെന്ന് ജിയോങ്ങിനെ കാണാത്തോണ്ട് അന്വേഷിക്കാനായി ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ പലയിടത്തായി കാണുന്നു. ഇത് കാണുന്ന അസിസ്റ്റന്റ് എന്തോ ഡൗട്ട് വരികയും മാഡം എന്തോ ട്രബിൾ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഇവിടെ ഇയാൾ അവളെ പൊതിരെ ഉപദ്രവിക്കുകയും കറക്റ്റ് സമയത്ത് ഷെന്നും അസിസ്റ്റന്റ് വന്ന് അയാളെ തള്ളി മാറ്റിയിട്ട് ജിയോങ്ങിനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഇത് കേൾക്കുന്ന ഷെന്ന് ഇവൾ പ്രഗ്നന്റ് ആണോന്ന് അറിയുകയാണ്. പക്ഷേ ഇവൾ പ്രഗ്നന്റ് അല്ല എന്ന് ഡോക്ടർ പറഞ്ഞതും ഞാൻ ടെസ്റ്റ് ചെയ്തതാണല്ലോ, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, 2 തവണയായിട്ട് ടെസ്റ്റ് ചെയ്യണം,
ചിലതൊക്കെ എക്സ്പയർഡ് ആയതായിരിക്കും. ഞാൻ ചെക്ക് ചെയ്തതിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ്. ഇത്രയും നാളും ഒളിപ്പിച്ച് വെച്ചത് വെറുതെ ആയല്ലോ എന്ന് പറയുമ്പോൾ അന്നേരം അവൾക്ക് വയറ്റിൽ നല്ല വേദന അനുഭവപ്പെടുകയും പെട്ടെന്ന് ഷെന്ന് അവളെ പിടിക്കുമ്പോൾ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഹീയെക്കുറിച്ചുള്ള ചിന്തപ്പാടൊന്നില്ലേ അവളെ കാണാനായി പൊക്കൊന്ന് പറയുമ്പോൾ ഇവനും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അന്നേരം അസിസ്റ്റന്റ് അയാൾ ഹീയുടെ ഡ്രൈവറാണെന്നും ഹീയുടെ ഓർഡർ അനുസരിച്ചാണ് മാഡത്തിനെ കിഡ്നാപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോഴെങ്കിലും വിശ്വാസമായില്ലേ എന്ന് പറയുമ്പോൾ ഷെന്നിൻ്റെ മനസ്സിൽ എപ്പോഴും മാഡം മാത്രമാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഷെന്നിന് കാർ ആക്സിഡൻറ്റ് രക്ഷിച്ച ആള് അദ്ദേഹത്തിന് സ്പെഷ്യലായിരുന്നു. പക്ഷെ അത് മറ്റാരുമല്ല മാഡമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അവൾ അവനോട് ക്ഷമ പറയുകയും എല്ലാ തെറ്റിദ്ധാരണയും മാറി അവർ വീണ്ടും ഒന്നിക്കുന്നു. ഇവിടെ ഹീയുടെ അടുത്തേക്ക് അയാൾ വന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് ആവശ്യപ്പെട്ട ക്യാഷ് അവൾ കൊടുക്കുന്നു. പക്ഷെ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഇതെല്ലാം അയാളെയും കൊണ്ട് ചെയ്യിച്ചത് ഷെന്നായിരിക്കും. ശേഷം ഷെന്ന് റൂമിലേക്ക് വരുമ്പോൾ ഇന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി മുതൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഷെന്നാണല്ലോ, ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ കമ്പനിയുടെ ആനുവൽ മീറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. ഷെൻ ഗ്രൂപ്പിൽ നീ 2 വർഷം വർക്ക് ചെയ്തതല്ലേ, നീയും വരണം, നിനക്കായിട്ട് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇവളെ പ്രപ്പോസ് ചെയ്യാനായിരിക്കുമെന്ന് സന്തോഷിച്ച് അവന് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ആനുവൽ മീറ്റിംഗിൽ വെച്ച് ഹീ എല്ലാവരോടും ഷെന്ന് തന്നെ വിവാഹം പോവുകയാണെന്ന് പറത്തുകയാണ്. അപ്പോൾ ഷെന്ന് വന്നത് സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ജിയോങ്ങിനെ കാണിക്കുന്നു. അതീവ സുന്ദരിയായി വയലിൻ പിടിച്ച് അവൾ സ്റ്റേജിൽ കയറി വയലിൻ വായിക്കുന്നു. ശേഷം ഷെന്നും സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് മുന്നിൽ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് എന്ന് പറയുമ്പോൾ ഹീയും കൂടി സ്റ്റേജിലേക്ക് കയറി നീ ഇഞ്ഞെന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിന്റെ ജോലി കഴിഞ്ഞില്ലേ, വേഗം ഇവിടുന്ന് പൊക്കോന്ന് പറയുമ്പോൾ ഷെന്ന് ഹീയുടെ മുന്നിൽ വെച്ച് ജിയോങ്ങിന്റെ കൈ പിടിച്ച് ജിയോങ്ങാണ് എൻ്റെ ഭാര്യ എന്ന് എല്ലാവർക്കും മുന്നിൽ ആ രഹസ്യം പരസ്യമാക്കുകയാണ്. ഷോക്കായ ഹീ നീ നേരത്തെ എന്താണ് എന്നോട് പറഞ്ഞത്, എന്നെ പ്രപ്പോസ് ചെയ്യുമെന്നല്ലേ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തില്ലേ എന്ന് പറഞ്ഞതും ഷെൻ അവളെ തള്ളി മാറ്റിയിട്ട് ഇവളാണ് എൻ്റെ ജീവൻ, ഞാൻ ഇവളെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ഹീയെ അവിടുന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുന്നു. പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട്